പ്രിയപ്പെട്ട മോഡറേറ്റർ VP സജീന്ദ്രൻ, ഇവിടെ എത്തിച്ചേരുന്ന ഡോക്ടർ ശശി തരൂർ, സലീം, അതുപോലെ തന്നെ ഇവിടെ ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകരിൽ പ്രമുഖനായിട്ടുള്ള എൻ്റെ യുവ സ്നേഹിതൻ ലിജു, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, വൈകുന്നേരം 6 മണിക്ക് ശേഷം കലാപരിപാടികൾ അങ്ങനെ നടത്തുക എന്നല്ലാതെ ഇത്തരത്തിൽ ഗൗരവമായ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുക എന്നുള്ളത് അക്ഷരാർത്ഥത്തിലൊരു കടന്ന കൈയാണ്. പ്രത്യേകിച്ചും കാലത്തോട്ട് നിങ്ങൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും നിങ്ങൾ ഇത്രയും ശ്രദ്ധയോടുകൂടി ഇത്രയും അധികം ആളുകൾ, കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സാഹചര്യത്തിൽ ഗൗരവത്തോടുകൂടി നിങ്ങളുമായി ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനും, ഓപ്പൺ ഫോറം എന്ന് പറയുമ്പോൾ അത് പ്രസംഗവേദിയല്ല, ചോദ്യോത്തരവേദി കൂടിയാണ്. അതിന് വഴങ്ങാനും തയ്യാറായിട്ടാണ് ഞാൻ വന്നത്. എങ്കിലും സാധാരണ പ്രസംഗങ്ങൾക്ക് പോകുന്ന സമയത്ത് ഒന്നും പ്രിപ്പയർ ചെയ്യാതെ ഞാൻ പൊതുവിൽ പോവാറില്ല. പക്ഷേ ഇന്ന് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നി. കാരണം കാരശ്ശേരി മാസ്റ്ററും സണ്ണിയും ഉള്ളപ്പോൾ, സണ്ണി കവിക്കാടും ഉള്ളപ്പോൾ, ഓഫ് കോഴ്സ് തരൂരും ഉള്ളപ്പോൾ, എൻ്റെ ഒരു തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു ചടങ്ങിൽ എന്നെയും കൂടെ വിളിക്കാമെന്നുള്ളത്, ഞാനിവിടെ DCCയുടെ എല്ലാം ഒരു അദൃശ്യനായ അംഗമായതുകൊണ്ട് എന്നെയും കൂടെ വിളിക്കാം, പാലോട് രവി പറഞ്ഞു കാണും, അതുകൊണ്ട് വിളിച്ചതായിരിക്കുന്നു എന്നുള്ള നിലയ്ക്കാണ് ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത്. നിങ്ങളെല്ലാം ക്ലാസ് റൂമിലിരിക്കുന്നത് പോലെ ഇരിക്കുന്നു, പ്രസംഗിക്കാനുള്ള ആൾക്കാർ ആരും എത്തിയിട്ടില്ല. ശശി തരൂർ വരുമെന്നുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും യോഗം തുടങ്ങാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ യോഗം തുടങ്ങുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100-ാം വാർഷികം, കൃത്യം 100-ാം വാർഷികം ഡിസംബറിൽ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഈ സെമിനാർ നടത്താൻ KPCC തീരുമാനിച്ചത് ഏറ്റവും ഉചിതമായി ഞാൻ KPCCയെ അഭിനന്ദിക്കേണ്ട കാര്യമില്ല. അത് KPCCയുടെ സ്വത്താണ്. അതുകൊണ്ട് അവരുടെ വീട്ടിലെ കാര്യമാണ് വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവുമെല്ലാം. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. മാത്രമല്ല, AICC പ്രസിഡൻ്റായി ചാർജ് എടുത്തതിന് ശേഷം ആദ്യമായി ഖാർഗെ, ബഹുമാന്യ AICC പ്രസിഡൻ്റ് വന്നതും ഈ സത്യാഗ്രഹത്തിൻ്റെ 100-ാം വാർഷികത്തിനായിരുന്നു എന്ന് നമുക്കറിയാം. എന്തായാലും ഞാൻ ആ സത്യാഗ്രഹത്തെക്കുറിച്ച് ഇന്ന് കാലത്തോട്ടേ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടും ആവർത്തിക്കുന്നില്ലെങ്കിലും കേരളത്തിൽ ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും രാഷ്ട്രീയ പ്രവർത്തകനും ഉറക്കത്തു നിന്ന് ചോദിച്ചാൽ അറിയേണ്ട ഒരു ഉത്തരമാണ് വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും. ആ അർത്ഥത്തിൽ ഞാനും അത് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ എന്നെ ഈ കാര്യത്തിൽ എനിക്കുണ്ടായിട്ടുള്ള ചില ചിന്തകൾ, വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള 2-3 ചിന്തകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, ഇവിടെ നിങ്ങൾ നല്ലൊരു കുറിപ്പ് KPCC അധ്യക്ഷൻ്റെ പ്രസംഗമായിട്ട് എൻ്റെ മുന്നിലുണ്ട്. അത് വളരെ സമഗ്രമായിട്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അതിൽ ഈ നഗറിന് പേര് കൊടുത്തിട്ടുള്ളത് TK മാധവൻ നഗറാണ്. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ പോരാളി. പക്ഷേ TK മാധവൻ കാക്കനാട കോൺഗ്രസ്സിൽ ചെന്ന് അന്ന് മഹാത്മാഗാന്ധി, നമ്മൾ ഇന്ന് വിചാരിക്കുന്ന പോലെ മഹാത്മാഗാന്ധി ആയിട്ടില്ല, മഹാത്മാഗാന്ധി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അദ്ദേഹം 1916 കാലത്താണ് അദ്ദേഹം ബോംബെയിൽ വന്ന് കപ്പലിറങ്ങി AICCയിൽ പങ്കെടുക്കുന്നത്. അന്ന് ലോകമാന്യ ഗംഗാധര തിലകൻ ആണ് കോൺഗ്രസിൻ്റെ തീപ്പൊരിയായിട്ട് മഹാരാഷ്ട്രയിൽ അല്ലെങ്കിൽ ബോംബെയിൽ നിലനിൽക്കുന്നത്. കേൾക്കുന്നില്ലേ? ഓ, ശബ്ദം കൂട്ടാം, പ്രശ്നമല്ല. അപ്പോൾ ലോകമാന്യ ഗംഗാധര തിലകൻ്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് അതിൻ്റെ തീക്ഷ്ണമായ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് മറ്റൊരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അവരെ വേണ്ട തരത്തിൽ നമ്മൾ കേരളം അംഗീകരിച്ചിട്ടില്ല.
അത് കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റുകളാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റുകളുടെ നേതാവായി നിന്നതാണ് ഗോഖലെ. അപ്പോൾ ഗാന്ധിജി ആരുടെ ഭാഗത്തായിരുന്നു? അന്ന് ഗാന്ധിജി, MK ഗാന്ധി, ബാരിസ്റ്റർ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വലിയ വിപ്ലവങ്ങൾ അല്ലെങ്കിൽ വലിയ സമരങ്ങൾ നടത്തി ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആദ്യം ശ്രദ്ധിച്ചത് ഗോഖലെയാണ്. ഗോഖലെയാണ് ഗാന്ധിയോട് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യണം എന്നാവശ്യപ്പെട്ടത്. പക്ഷെ ഞാനിവിടെ കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റുകളെ കുറിച്ച് 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടെയാണ് സമരത്തിൻ്റെ പ്രാധാന്യം. കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സർ സി ശങ്കരൻ നായരായിരുന്നു. സർ സി ശങ്കരൻ നായർ AICC പ്രസിഡൻ്റായിരുന്നു. 19-ാം നൂറ്റാണ്ടിലാണ് കേരളീയനായ ഒരാൾ AICC പ്രസിഡൻ്റായത്. 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും അവ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ സർ സി ശങ്കരൻ നായർ 895-ലെ AICCയുടെ അധ്യക്ഷത വഹിക്കലാണ് AICC പ്രസിഡൻറ്റ് എന്ന് പറയുന്നത്. AICCയുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഇന്നത്തെ പോലെയുള്ള ഓഫീസ് ഫങ്ഷനിങ് അങ്ങനെയുള്ള കാര്യങ്ങളല്ല, വേറൊരു കാലമാണ്. അപ്പോൾ സർ സി ശങ്കരൻ നായർ ഒരു കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റായിരുന്നു. അപ്പോൾ എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്നുള്ളത് ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അവർ പറഞ്ഞിരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ സമരങ്ങളുടെ ഒന്നും ആവശ്യമൊന്നുമില്ല, സമരം ഒരു അനാവശ്യമാണ്. മാത്രമല്ല ബ്രിട്ടൻ എന്ന് പറയുന്നത് വളരെ പുരോഗതി പ്രാപിച്ച ഒരു രാജ്യമാണ്, സമൂഹമാണ്. ആ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ വന്ന് അവരിവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 1919-ലാണല്ലോ ആദ്യമായി മോണ്ടെക്കു, ചെങ്സ്ഫോർഡ് എല്ലാം വരുന്നത്. അതിന് മുമ്പ് തന്നെ നിയമാവലികൾ, ഇപ്പോൾ നമ്മുടെ IPC, CRPC എല്ലാം 19-ാം നൂറ്റാണ്ടിൻ്റെ പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അതിന് നമുക്ക് വേറെ നിരവധി ശിക്ഷാ നടപടികളൊക്കെ ഉണ്ടെങ്കിലും IPC ഒന്നുമില്ല, ഇന്ത്യൻ പീനൽ കോഡൊന്നുമില്ല. ഇപ്പോൾ തിരുവിതാംകൂറിലൊക്കെ നമ്മൾ വളരെ പുരോഗതി പ്രാപിച്ച സ്ഥലമാണെന്ന് പറയുമെങ്കിലും തിളച്ച എണ്ണയിൽ കൈമുക്കുക എന്നിട്ട് സത്യം പറയുകയാണോ നോക്കുക എന്നൊക്കെയുള്ള വളരെ പ്രാകൃതമായിട്ടുള്ള കാര്യങ്ങൾ പോലും വളരെ ഔദ്യോഗികമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വാദം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനെയെല്ലാം ഈ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ് ബ്രിട്ടീഷ് കോളനിയലിസം. അതുകൊണ്ട് നമ്മൾ അവരുമായി സംവദിച്ചുകൊണ്ട്, അവരുമായി വർത്തമാനം പറഞ്ഞുകൊണ്ട്, അവരുമായി തർക്കത്തിലേർപ്പെടേണ്ട സ്ഥലത്ത് തർക്കത്തിലേർപ്പെട്ടുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയും എന്നതാണ് അവരെ നയിച്ച ഒരു വികാരം. എന്നാൽ അവരിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു നേതാവ് ദാദാഭായ് നവറോജി, അദ്ദേഹം ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റ് മെമ്പറായി അവിടുത്തെ ലോക്സഭയ്ക്ക് തുല്യമായിട്ടുള്ള കീഴ്സഭയിൽ തന്നെ അദ്ദേഹം മെമ്പറായി വന്നു. അപ്പോൾ ദാദാഭായ് നവറോജിയെപ്പോലുള്ള ആളുകൾ കുറേ കൂടെ തീക്ഷ്ണമായ തരത്തിൽ എങ്ങനെയാണ് കൊളോണിയലിസം ഇന്ത്യയെ, മൂന്നാം ലോക രാജ്യങ്ങളെ ചൂഷണം ചെയ്യുന്നത്, അതിൻ്റെ ഇക്കണോമിക്സ് എന്താണ് എന്ന് വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഡോക്ടർ ശശി തരൂർ ഓക്സ്ഫോർഡിലെല്ലാം പോയി നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ഇന്നത്തെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ വളരെ വൈറലാണ്. കൊളോണിയലിസം നന്മകൾ ചെയ്യാനല്ല വന്നത്, മറിച്ച് കൊളോണിയലിസത്തിൻ്റെ ലക്ഷ്യം പ്ലണ്ടർ ആണ്, അതായത് പറിച്ചെടുക്കലാണ്, അല്ലെങ്കിൽ കുത്തിച്ചോർത്തിയെടുക്കലാണ്. അതിനൊരു മേമ്പൊടിയായിട്ട് ചില ലിപ്സ്റ്റിക്ക് തേക്കുന്നത് പോലെ ഉള്ള കാര്യങ്ങളാണ് ഈ നടപടികൾ എന്ന വാദം ദാദാഭായ് നവറോജിയെപ്പോലുള്ള ആൾ സംസാരിച്ചു. ദാദാഭായ് നവറോജി 2ാം കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൽ പങ്കെടുത്തിരുന്നു. അത് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിലധികം ഉള്ള ഒരു കാര്യമല്ലെങ്കിൽ പോലും ലെനിനുമായിട്ടും മറ്റും ദാദാഭായ് നവറോജിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മാത്രമല്ല ലെനിൻ തന്നെ 1905-1906 കാലത്ത് ലണ്ടനിൽ 2 വർഷക്കാലം താമസിച്ചിരുന്നു. അദ്ദേഹം താമസിച്ചിരുന്ന ഇസ്ക്ര എന്ന് പറയുന്ന റഷ്യയുടെ, അന്നത്തെ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ടില്ല, പാർട്ടിയുടെ ഇസ്ക്ര എന്ന മുഖപത്രം എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം താമസിച്ച പ്രസ്സും അവിടെ ഉണ്ടായിരുന്ന സംവിധാനം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഞാൻ ഈയിടെ അവിടെ പോയി കണ്ടിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ലോകത്തെമ്പാടുമുള്ള ആളുകൾ, ലെനിനാണെങ്കിലും ദാദാഭായ് നവറോജി ആണെങ്കിലും ഇവിടെ തിലക്കനാണെങ്കിലും അതേപോലെ ഗോഖലെ ആണെങ്കിലും എല്ലാം വിവിധ തരത്തിൽ കൊളോണിയലിസത്തെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഞാൻ പറയുന്നതിൻ്റെ ചുരുക്കം. മാത്രമല്ല ലെനിൻ 1918 ലോകമാന്യ ഗംഗാധര തിലകനെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവിടെ നിന്നൊരു ലേഖനം എഴുതുകയുണ്ടായി.
ഒരു രാഷ്ട്രീയ മുദ്രാവാക്യത്തിൻ്റെ പേരിൽ അവിടെ തൊഴിലാളികൾ പണിമുടക്കിയില്ല. തിലകനെ വിട്ടയക്കണം എന്ന രാഷ്ട്രീയ മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ കാംഗാർ എന്ന് പറഞ്ഞാൽ തൊഴിലാളി യൂണിയൻ പണിമുടക്കി. അപ്പോൾ ഇത്തരമൊരു അന്തരീക്ഷമാണ് ഈ 2021 തൊട്ട് മുമ്പുള്ള സമയങ്ങൾ എന്ന് പറയുന്നത്. അതിനിടയിലാണ് നമുക്കറിയാം ടി കെ മാധവൻ ആരെയാണ് കണ്ടത് എന്ന ചോദ്യത്തിൽ നിന്നാണല്ലോ നമ്മൾ തുടങ്ങിയത്. ടി കെ മാധവൻ നേരിട്ട് പോയി മഹാത്മാഗാന്ധി അല്ല കണ്ടത്. ടി കെ മാധവൻ കണ്ടത് അലി സഹോദരന്മാരെയാണ്. അപ്പോൾ അലി സഹോദരന്മാരാണെങ്കിലോ അലി സഹോദരന്മാർ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി മഹാത്മാഗാന്ധിയെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിലേക്ക് ആനയിക്കുകയും അതിൻ്റെ ഗുണദോഷങ്ങളും അതിൻ്റെ പോരാട്ടങ്ങളുമെല്ലാം കഴിഞ്ഞ് 921 ആകുമ്പോഴേക്കും ഖിലാഫത്ത് അവസാനിച്ചു. ആ ഖിലാഫത്തിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും നമ്മുടെ മലബാറിൽ കുറച്ച് കൈവിട്ടു പോയ സംഭവങ്ങൾ തെക്കേ മലബാറിലുണ്ടായി. അതാണല്ലോ മലബാർ കലാപമെന്നും മാപ്പിള കലാപമെന്നും മലബാർ റിനൈസൻസ് എന്നൊക്കെ പറയുന്ന സംഭവം. ഇതും 921 തന്നെയാണ്. ഞാൻ ഈ 921 നിൽക്കുകയാണ്. അപ്പോൾ ഈ ഖിലാഫത്ത് വേണ്ടത്ര വിജയിച്ചില്ല എന്നൊരു സ്ഥിതി ഉണ്ടായി. പക്ഷേ അലി സഹോദരന്മാർ രണ്ടുപേരും അതിൽ ഭിന്നരായിരുന്നുവെങ്കിലും അവർ സമരോത്സുകർ തന്നെയായിരുന്നു. അപ്പോൾ അലി സഹോദരന്മാരോടാണ് ടി കെ മാധവൻ ഈ കാര്യം പറയുന്നത്. ടി കെ മാധവൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു വലിയ സമരത്തിനുള്ള സ്കോപ്പുണ്ട്. മലബാർ കലാപം ഉണ്ടായത് മലബാറിലാണ്, ഇവിടെയല്ല. തിരുവിതാംകൂറിൽ, അത് ഞാൻ അടിവരയിട്ട് പറയുകയാണ്, ഇന്ന് കേരളമല്ല, ഇപ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് നേരത്തെ തന്നെ വിളിച്ചിരുന്നെങ്കിലും തിരുവിതാംകൂറും കൊച്ചിയും അതുപോലെ തന്നെ മലബാറും എല്ലാം വെവ്വേറെയായിരുന്നു. അപ്പോൾ തിരുവിതാംകൂർ വേറെ തന്നെ ഒരു രാജ്യമാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ സമര സാധ്യത എന്താണ്? മലബാറിലൊരു സമരം കഴിഞ്ഞു നിൽക്കുകയാണ്. അതിൽ തുടക്കത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് പല സംഘർഷങ്ങളുണ്ടായി. അവിടെ നമ്മൾ മനസ്സിലാക്കണം, കെ കേളപ്പൻ തന്നെയാണ് ഖിലാഫത്തിൻ്റെയും നായകൻ. അദ്ദേഹത്തെ മാപ്പിള കേളപ്പൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഖിലാഫത്തിൻ്റെ 3 നേതാക്കന്മാരിൽ ഏറ്റവും പ്രമുഖൻ കോൺഗ്രസ് നേതാവായ കെ കേളപ്പൻ. അതേപോലെ തന്നെ ഇതെൻ്റെ കുഴപ്പമില്ല കേട്ടോ, ഗോവിന്ദ മാഷ് പറയുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് ഇത് കല്യാണം നടത്താൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഹോളാണ്. നിങ്ങൾ വാതിൽ തുറന്നിട്ടാൽ ചിലപ്പോൾ ശബ്ദം നന്നായിരിക്കുന്നതാണ് എൻ്റെ എക്കോസ്റ്റിക്സ് ജ്ഞാനം എന്നോട് പറയുന്നത്. ഇത് ഭയങ്കര എക്കോ ആണ് അല്ലേ ഹോളിനകത്ത്? അന്ന് ഇവിടെയാണോ എക്കോ ഉള്ളത്? വാതിൽ തുറക്കാൻ പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല ശബ്ദം ഉണ്ടാവും. യെസ്, അല്ല അപ്പോൾ അത് വോളിയം കൂട്ടാൻ പറ്റും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരരുത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് വരുന്നത്? അപ്പോൾ അത് ശരി. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ ഖിലാഫത്ത് എന്നുള്ള പ്രസ്ഥാനം അവിടെ ഒരു തരത്തിൽ വലിയ ശക്തമായി നടന്നെങ്കിലും അതിന് അതിൻ്റേതായ ലക്ഷ്യം നേടാൻ കഴിഞ്ഞെങ്കിലും അതിലൊരുപാട് പാളിച്ചകൾ പറ്റി എന്നത് ഒരു പശ്ചാത്തലമാണ്. അപ്പോൾ നമ്മൾ കേളപ്പനെ കുറിച്ചാണ്. ഈ കേളപ്പനൊരു മഹാ അത്ഭുതമാണ്. കേളപ്പനെ നിങ്ങൾക്ക് വൈക്കത്ത് കാണാൻ പറ്റും, NSSൻ്റെ രൂപീകരണത്തിൻ്റെ ആദ്യ യോഗത്തിൽ കാണാൻ പറ്റും. അദ്ദേഹം ചങ്ങനാശ്ശേരിയിലെ ഫിസിക്സ് അധ്യാപകനായിരുന്നു. അദ്ദേഹം അവിടെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയതാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തെ ഖിലാഫത്തിൽ അദ്ദേഹം മാപ്പിള കേളപ്പനായിരുന്നു. ഞാൻ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം വന്നത്. MP നാരായണ മേനോൻ, അതേപോലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിനെ ചെർപ്പളശ്ശേരി പട്ടണത്തിൽ ഗ്രാമത്തിൽ കൂടി കുതിരവണ്ടിയുടെ പുറകിൽ കെട്ടി വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. എന്തിന്? ഈ ഖിലാഫത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ. അദ്ദേഹം ഖിലാഫത്തിനെ കുറിച്ച് വളരെ വിശദമായി എഴുതിയിട്ടുള്ള പുസ്തകം നിങ്ങൾ വായിക്കേണ്ടതാണ്. അതേപോലെ തന്നെ MP നാരായണ മേനോൻ ഒരുപക്ഷെ തിരുവിതാംകൂറുകാർക്കോ അത്ര വേണ്ടത്ര അറിയുന്ന ഒരു വ്യക്തിത്വമല്ല. അപ്പോൾ മലബാർ ഇളകി മറിഞ്ഞ് അങ്ങേയറ്റത്തെ കലാപകലുഷിതമായി നിൽക്കുന്ന ഒരു മലബാറാണ്. തിരുവിതാംകൂർ ശാന്തമാണ്. ഇതാണ് കോണ്ടെക്സ്റ്റ്. ഈ കോണ്ടെക്സ്റ്റിൽ തിരുവിതാംകൂർ വെറുതെ ഇരിക്കുകയല്ല. തിരുവിതാംകൂറിൽ കലാപങ്ങളല്ല, ശരിയായ ശ്രീനാരായണ ഗുരു പ്രസ്ഥാനം അവിടെ ആദ്യം
ശ്രീനാരായണ ഗുരു അരുവപ്പുറത്ത് പോയിട്ട് ഇഴവശിവനെ പ്രതിഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ നിരവധി പ്രതിഷ്ഠകൾ വേറെ നടത്തുന്നു. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഉള്ള പ്രസിദ്ധമായ നിരവധി കേന്ദ്രങ്ങൾ നമുക്കറിയാം. ഈ തിരുവനന്തപുരത്തുകാരല്ലാത്തവരോട് പറയാം, എല്ലാ നവോത്ഥാനത്തിൻ്റെയും അമ്മയായ നഗരം തിരുവനന്തപുരമാണ് എന്ന കാര്യം അവർ മറന്നു പോകരുത്. അത് നമുക്കിവിടെ തിരുവനന്തപുരത്ത് ഞാൻ വന്ന് താമസിച്ച് തിരുവനന്തപുരത്തുകാരനായി മാറിയ ആളാണെങ്കിലും ചെമ്പഴന്തിയും അതുപോലെ തന്നെ നമ്മുടെ വർക്കലയിലെ ശിവഗിരിയും അതുപോലെ തന്നെ കുമാരനാശാൻ്റെ സ്ഥാനവും അതുപോലെ തന്നെ ഉള്ളൂരിൻ്റെ വീടും എല്ലാം അയ്യങ്കാളിയും എല്ലാം തിരുവനന്തപുരത്താണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന ആ തരത്തിൽ തിരുവിതാംകൂർ സാമൂഹ്യമായിട്ടുള്ള മാറ്റത്തിൻ്റെ വെമ്പൽ കൊള്ളുന്ന വലിയ ഒരു ക്രൂസിബിളായിട്ട് നിൽക്കുന്നു. മലബാർ വലിയ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൻ്റെയും പിന്നീട് ആ ഖിലാഫത്തിൻ്റെയും എല്ലാം കേന്ദ്രമായി നിൽക്കുന്നു. ഈ ദശാസന്ധിയിലാണ് ടി കെ മാധവൻ എന്ന ക്രാന്തദർശി ഗാന്ധിയെ കാണാൻ പോകുന്നത്. അപ്പോൾ ഗാന്ധിയെ കാണാൻ പോയിട്ട് അദ്ദേഹം കണ്ടത് അലി സഹോദരന്മാരെയാണ്, മുഹമ്മദ് അലിയാണ് കണ്ടത്. അദ്ദേഹം എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം? അത് നമ്മൾ വളരെ വിശദാംശത്തിൽ പഠിക്കേണ്ടത്. ഞാനിന്ന് പുസ്തകമൊന്നും കൊണ്ടുവന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് AICCയുടെ അജണ്ടയിൽ ഇത് ഉൾപ്പെടുത്തണമെന്ന്. AICC യോഗത്തിൻ്റെ അജണ്ടയിൽ ഈ ജാതിക്കെതിരായ പോരാട്ടം ഉൾപ്പെടുത്തണം. അതാണ് വിഷയം. അതാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ അഖിലേന്ത്യാ പ്രാധാന്യം. കോൺഗ്രസിൻ്റെ സമരപ്പട്ടികയിൽ ഈ ജാതി മർദ്ദനത്തിനെതിരായ സമരം എന്ന മുദ്രാവാക്യം, സമരം എന്ന അജണ്ട, അവിടെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റുകളുണ്ട്, സമരം ചെയ്യണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഗാന്ധിജിയെ തന്നെ നമ്മുടെ മലയാളിയായിട്ടുള്ള സർ സി ശങ്കരൻ നായർ എഴുതിയത് എന്തായിരുന്നു എഴുതിയത്? ഗാന്ധി ആൻഡ്, എത്ര പേർക്കറിയാം? ഗാന്ധി ആൻഡ് ആരും പറയുന്നില്ല. സരിൻ, ഗാന്ധി ആൻഡ് അനാർക്കി. ഗാന്ധിജി അനാർക്കിസ്റ്റാണ് സർ സി ശങ്കരൻ നായരുടെ മുമ്പിൽ. അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലിസവും അനാർക്കിസവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കോൺഗ്രസ് നടക്കുകയാണ്. അപ്പോൾ അനാർക്കിസ്റ്റ് ആരാ? ഗാന്ധിയാണ്. ഗാന്ധി അങ്ങോട്ട് ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. അവിടെയാണ് ടി കെ മാധവൻ പറയുന്നത് ഗാന്ധിയെ ക്ഷണിക്കുകയാണ്. മുഹമ്മദ് അലിയുടെ ഇടപെടലിൽ കൂടിയാണ് ക്ഷണിക്കുന്നത്. അതിനിടയിൽ കൂടെ കുറച്ച് പാസ്റ്റ് പറയാം, ഫാസ്റ്റ് ഫോർവേഡായിട്ട്. ടി കെ മാധവൻ വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം ഗാന്ധിയെ കാണാൻ ചെന്നു. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ടി കെ മാധവൻ്റെ മകൻ്റെ പേര് മുഹമ്മദ് അലി എന്നായിരുന്നു? അറിയാം. പക്ഷേ ഗാന്ധിജി പറഞ്ഞു, അച്ഛൻ മരിച്ച നിലയ്ക്ക് ഇനി മുഹമ്മദ് അലി എന്ന പേരിടണ്ട. അദ്ദേഹം ഗാന്ധിജിയാണ് വേറെ പേര് നിർദ്ദേശിച്ചത്. അത് ഞാൻ അന്വേഷിക്കായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഗാന്ധിജിയിലെ ആ സമരോത്സുക സത്വത്തെ ഒരു പരീക്ഷണശാലയിലേക്ക് ക്ഷണിക്കുന്ന അത്യന്തം ദേശീയ പ്രാധാന്യമുള്ള ഒരു വേദിയായിരുന്നു വൈക്കം. അങ്ങനെയാണ് ഞാൻ വൈക്കത്തെ കാണുന്നത്. അല്ലാതെ എത്രയോ സമരങ്ങൾ നടന്നതിലൊരു സമരമല്ല. ഗാന്ധിജി അവിടെയാണ് നമ്പൂതിരിപ്പാടുമായിട്ടുള്ള സംഭാഷണം അല്ലേ, ഇണ്ടമ്മന അല്ലേ, ഇണ്ടതിരുത്തി മനയിലേക്ക് ഗാന്ധിജി വന്നപ്പോൾ ഗാന്ധിജിയെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചില്ല. കാരണം ഗാന്ധിജി ബ്രാഹ്മണനല്ല, വൈശ്യനാണ്. പക്ഷെ ഗാന്ധിജിയുടെ ആ ടാക്ടിക്സ് നമ്മൾ മനസ്സിലാകും. എന്നാൽ ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയല്ല ചെയ്തത്. അദ്ദേഹത്തിനറിയാം ഇത്തരം ഇണ്ടതിരുത്തികളെല്ലാം സമീപകാലത്ത് തന്നെ ഇല്ലാതാവുമെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഒരു ചെറുചിരിയോടുകൂടി മുറ്റത്ത് തന്നെ ഇരുന്ന് സംസാരിച്ചു. പിന്നീട് രസകരമായ കാര്യം, ഇണ്ടത്തിരുത്തി മന AITUC ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസായിട്ട് വാങ്ങുകയാണ് ചെയ്തത്. അത് മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ സ്വമേധയാ ചെങ്ങന്നൂരുള്ള ഒരു വലിയ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ അന്യം നിന്ന് പോയാൽ ദത്തെടുക്കുന്ന ഒരു വീടുണ്ട്. U ജയചന്ദ്രനെ ബാബുവിനെ അറിയില്ലേ? U ജയചന്ദ്രൻ്റെ വീട്. അദ്ദേഹം ജയചന്ദ്രൻ എപ്പോഴും തിരുവനന്തപുരത്തുണ്ട്. വഞ്ഞിപ്പുഴ ചീഫിൻ്റെ വീട്. വഞ്ഞിപ്പുഴ ചീഫ് കമ്മ്യൂണിസ്റ്റായി. വഞ്ഞിപ്പുഴ ചീഫ് പറഞ്ഞു, ഞാൻ വിശ്വകർമ്മ സംഘടനയ്ക്ക് വിൽക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും വിശ്വകർമ്മ
അസോസിയേഷൻ്റെ അല്ലെങ്കിൽ അവരുടെ സംഘടനയുടെ ഹെഡ് ഓഫീസ് വഞ്ഞിപ്പുഴ ചീഫിൻ്റെ വീടാണ്. നമ്മൾ പോകുമ്പോൾ കാണാൻ പറ്റും MC റോഡിൽ. അപ്പോൾ ആ തരത്തിൽ വൈക്കം സത്യാഗ്രഹം ഗാന്ധിജിയിലേക്ക് സന്നിവേശിപ്പിച്ച TK മാധവനും അതേപോലെ തന്നെ അലി സഹോദരന്മാരും ഗാന്ധിജിയുടെ സമരോത്സുകതയ്ക്ക് ഉത്തരേന്ത്യയിലല്ല ദക്ഷിണേന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്ത് കിടക്കുന്ന തിരുവിതാംകൂർ എന്ന രാജ്യത്ത്, ആ രാജ്യത്ത് നിന്നും ആരംഭിച്ചാൽ പിന്നെ ഇത് ഇന്ത്യയിൽ എവിടേക്കും കൊണ്ടുപോകാൻ കഴിയാവുന്ന ഒരു തീപ്പന്തമായി മാറും എന്ന അവരുടെ കാഴ്ചപ്പാട് 100% ശരിവയ്ക്കപ്പെടുകയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വൈക്കം സത്യാഗ്രഹം ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളീയ നവോത്ഥാനത്തിൻ്റെ ഒരു 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 വഴിത്തിരിവ് മാത്രമല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ജാതിമർദ്ദനത്തിനെതിരായ പോരാട്ടത്തിൻ്റെ ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഗാന്ധിയെ മഹാത്മാഗാന്ധിയാക്കി മാറ്റുന്നതിൻ്റെ തിരിക്കുറ്റിയായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്ന് വിലയിരുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗാന്ധിജിക്ക് അത് പുതിയ കാര്യമല്ലല്ലോ. അദ്ദേഹം പീറ്റർ മാറ്റിസ്ബർഗിൽ അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കിയ സമയത്ത്, തീവണ്ടിയിൽ നിന്നും പുറത്താക്കിയപ്പോൾ പല്ല് നഷ്ടപ്പെട്ടിട്ടും അവിടെ ഉറച്ചു നിന്ന് ഒരു അന്യ രാജ്യത്ത് പോയി ഫൈറ്റ് ചെയ്ത ഒരാളാണ്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കോൺഗ്രസ്, KPCC എല്ലാം അവിടെ പോകാനുള്ള ഇപ്പോൾ ഇഷ്ടം പോലെ പോകാമല്ലോ. ലിജു ഈ ഗാന്ധിജിയുടെ സൗത്ത് ആഫ്രിക്കൻ താമസ സ്ഥലങ്ങളുണ്ടല്ലോ, ഡർബൻ, ആ ഡർബനിലെല്ലാം ഇവിടുന്ന് ആളുകളെ, കുട്ടികളെ കൊണ്ടുപോകണം. ഇപ്പോൾ വേറെ എത്ര സ്ഥലത്ത് പോകണ ഒരാവശ്യമില്ല. ഞാനവിടെ പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് അവിടുത്തെ ടോൾസ്റ്റോയ് ഫാമും ഫിനിക്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആശ്രമവും എല്ലാം കണ്ടിട്ടുണ്ട്. ഗാന്ധിജിയുടെ കൊച്ചുമകൾ ഇലാ ഗാന്ധി സൗത്ത് ആഫ്രിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MB ആയിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അവരുടെ വീട് സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ ഡർബനിൽ ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു ദേശീയ തലത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ അനുഭവങ്ങൾ പകർത്താൻ, എഴുതി വയ്ക്കാൻ, അല്ലെങ്കിൽ അത് ചിത്രമായി വരയ്ക്കാൻ പറ്റിയ ഒരു പേജായിരുന്നു ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വൈക്കം സത്യാഗ്രഹം. രണ്ടാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അവിടെയാണ് 2 മഹാ തേജസ്സുകൾ സമരമേഖലയിൽ കണ്ടുമുട്ടുന്നു. നമുക്ക് ശ്രീനാരായണ ഗുരു ഒരു സമര നേതാവായിട്ട് പലപ്പോഴും കാണാറില്ല. അദ്ദേഹം ഈ നവോത്ഥാനം എന്നുള്ള വാക്കുകളുടെ ഡിസെപ്റ്റീവാണ്. നവോത്ഥാന സമരമാണ്. വാസ്തവത്തിൽ നവോത്ഥാന പോരാട്ടം എന്നാണ്. നവോത്ഥാനം അതൊരു നാമമാണെങ്കിലും അതിലൊരു ക്രിയ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് അതൊരു ക്രിയാപരമായ കാര്യമാണ്, വെറും ഒരു നാമമല്ല, ഒരു നൗണല്ല. ആ നവോത്ഥാന പോരാട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവനും ഗാന്ധിജിയും ഒരുമിക്കുകയാണ്. ആ 2 മഹാശ്രേണികളും ഇന്ത്യയിൽ ഒരുമിച്ചൊഴുകി. അദ്ദേഹം റിക്ഷായാത്ര നടത്തിയ കാര്യം KPCയുടെ ഈ കുറിപ്പിൽ ഞാൻ കാണുന്നുണ്ട്. ഇവിടെ വൈക്കത്ത് അദ്ദേഹം പണം സംഭാവന ചെയ്യുന്നു. അദ്ദേഹം സമര വളണ്ടിയർമാരെ സപ്പോർട്ട് ചെയ്യുന്നു. ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുമ്പോൾ വേദങ്ങളും പുരാണങ്ങളും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അരച്ചു കുടിച്ച ഒരു മഹാപണ്ഡിതനാണ് അദ്ദേഹം. വെറുമൊരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ സാമൂഹ്യ നേതാവ് മാത്രമല്ല. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നേരിട്ടിടപെട്ട ഏക സന്ദർഭവും വൈക്കം സത്യാഗ്രഹമാണ്. അദ്ദേഹം അവിടെ സമര പോരാളിയായിട്ട് പോവുകയാണ്. അതിനുശേഷം ഈയിടെ ശാർങ്ങധരൻ എന്ന SNDPയുടെ എല്ലാം സാഹിത്യ കാര്യങ്ങൾ എഴുതുന്ന ഡോക്ടർ ശാർങ്ങധരൻ സഹോദരൻ എന്ന മാസികയിൽ, നിങ്ങൾ എത്ര പേര് ആ മാസിക കാണുന്നെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ. സഹോദരൻ എന്നൊരു മാസിക, അന്ന് സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയത് തന്നെ. ആ മാസിക എപ്പോഴും നന്നായിട്ട് ഇറങ്ങുന്നുണ്ട്, എനിക്ക് അവർ അയച്ചു തരുന്നുണ്ട്. ആ മാസികയിൽ എഴുതിയൊരു ലേഖനത്തിൽ, അതർവൈസ് എനിക്കറിയില്ല, മന്നത്ത് പത്മനാഭൻ, അദ്ദേഹത്തിൻ്റെ പേര് മന്നത്ത് പത്മനാഭ പിള്ളയുടെ പിള്ള മുറിച്ച് കളഞ്ഞ് അവിടുന്ന് നടക്കുകയാണ്. ഇന്നിപ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു നടത്തം രാഹുൽ ഗാന്ധി അങ്ങോട്ട് നടന്നു. തീർച്ചയായിട്ടും അതൊന്നും ഒക്കെ ചരിത്രത്തിൻ്റെ ഈടുവെപ്പുകളാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഇലക്ഷനിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്നുമല്ല, ഇന്ത്യയെ മാറ്റിമറിക്കുന്ന മഹാപ്രവാഹങ്ങളാണതെല്ലാം. അതുകൊണ്ട് ആദ്യമായി കേരളത്തിൽ നടന്നത് മന്നത്ത് പത്മനാഭനാണ്. അതിനെക്കുറിച്ച് റോബിൻ ജെഫ്രി വളരെ വിശദമായിട്ട്
എഴുതുന്നുണ്ട്, ഇന്ത്യ കേരള യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നുള്ള പുസ്തകത്തിൽ. പുസ്തകങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ഒന്നും വായിക്കാതെ വന്നുകൊണ്ട് എനിക്ക് പേജൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് റോബിൻ ജെഫ്രി വളരെ വിശദമായിട്ട് എഴുതുന്നുണ്ട്. പിന്നീട് നടന്ന 10,000-കണക്കിന് ജാഥകളുടെ ജാഥയുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെപ്പോലെ, കൊടി പിടിച്ച് നിൽക്കുന്ന ആളെപ്പോലെ എല്ലാ ജാഥകളും ഒരു വ്യക്തിയാണെങ്കിൽ ഈ ജാഥകളുടെ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു. അതിനുശേഷം അത് സവർണ ജാഥയാണ്, അവർണ ജാഥയല്ല. പക്ഷേ മന്നൻ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ സവർണ ജാഥയായിട്ടാണ് പോയത്, പക്ഷേ അതിൻ്റെ എല്ലാ സംവിധാനവും ഞങ്ങൾ വരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് തന്നെ ഒരുക്കിയിരുന്നത് TK മാധവനായിരുന്നു. എവിടെ താമസിക്കണം, എങ്ങനെ പോകണം, ആരെ കാണണം, എവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം. അന്ന് ടോയ്ലറ്റുകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നിട്ട് ഞാൻ ശാർംഗധരനെ കോട്ട് ചെയ്യാണ്, ഈ ജാഥ നേരെ തിരുവനന്തപുരത്തേക്കല്ല വന്നത്. വൈക്കത്ത് നിന്ന് ആ ജാഥ എവിടെയൊക്കെ വെച്ചാണത് വഴിതിരിഞ്ഞ് ഏതൊക്കെ വഴിയിൽ കൂടെയാണ് പോയത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ശാർംഗധരനോട് ചോദിച്ചാൽ അറിയുമായിരിക്കാം. അത് നേരെ പോയി നിന്നത് ശിവഗിരിയിലാണ്. ശിവഗിരിക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ, ജാഥ നേരെ ഇങ്ങോട്ട് വന്നാൽ പോരെ അല്ലേ, MC റോഡിൽ കൂടെ. ശിവഗിരി പോയി അവിടെ താമസിച്ചു. അവിടെ വെച്ച് ശ്രീനാരായണ ഗുരു അവിടെ വന്ന ആളുകൾക്കെല്ലാം ഇഷ്ടംപോലെ ഭക്ഷണം കൊടുത്തു. അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അവിടെയും ഒരു പ്രശ്നമുണ്ടായി. സവർണ ജാഥയാണ്. മന്നത്ത് പത്മനാഭനോട് ചില ആൾക്കാർ ചോദിച്ചു, ഇന്ന ജാതിക്കാരുടെ എച്ച് തിന്നാനാണോ പത്മനാഭപിള്ളയെ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മന്നത്ത് പത്മനാഭൻ പറഞ്ഞു, ഈ ചോദിച്ചവർക്കെല്ലാം ഇന്ന് രാത്രി തന്നെ ഈ ക്യാമ്പ് വിട്ടുപോകാം, അവർ നാളെ എൻ്റെ കൂടെ നടക്കേണ്ടതില്ല. ആരെങ്കിലും വിട്ടുപോയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. മന്നത്ത് പത്മനാഭൻ അവിടെ വന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദത്തിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. അത് കണ്ടവർ പറയുന്നത് സാധാരണ സാഷ്ടാംഗ പ്രണാമം ചെയ്താൽ ഉടനെ എണീക്കുക എന്നുള്ളതാണല്ലോ. അദ്ദേഹം അവിടെ തന്നെ അല്പനേരം അധിക സമയം പ്രണമിച്ചുകൊണ്ട് കിടന്നു എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് അദ്ദേഹം വീണ്ടും ജാഥയായി. ഒരു പക്ഷേ ആറ്റിങ്ങൽ വഴിയായിരിക്കും വന്നത്. ആ റൂട്ട് ഫിക്സ് ചെയ്യേണ്ടതാണ്, ചരിത്രപരമായിട്ട് ഫിക്സ് ചെയ്യണം. എവിടെ വെച്ചാണ് തിരിഞ്ഞത്, എവിടെ നിന്നാണ് പോയത്, വന്നത്, അത് അവിടെയൊക്കെ ഈ ആചരണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതാണ്. ഞാൻ ഈ സഹോദരൻ എന്ന മാസികയിലാണ് ഞാൻ ഈ കാര്യം വായിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചരിത്രത്തിൽ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ രണ്ടാമത്തെ ഭാഗം, ശ്രീനാരായണ ഗുരുദേവനെയും ഗാന്ധിയെയും ഒരുമിച്ച് സമരരംഗത്ത് കാണാൻ കഴിഞ്ഞ ഒരു മഹാസംഭവമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം എൻ്റെ മൂന്നാമത്തെ ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. പക്ഷേ സവർണജാഥയിൽ അവർണരുണ്ടായിരുന്നില്ല. പക്ഷേ തിരുവിതാംകൂറിൽ വേറൊരു പ്രക്ഷോഭണം നടക്കുകയാണ്. അതാണ് അയ്യങ്കാളിയുടെ വിൽവണ്ടി സമരം. വില്ലുവണ്ടി സമരം നടന്നിട്ട് 130 കൊല്ലമായി കേട്ടോ, അത് മറക്കരുത്. വില്ലുവണ്ടി സമരം അയ്യങ്കാളി നടത്തിയത് വൈക്കം സത്യാഗ്രഹത്തിനേക്കാൾ മുന്നിലാണ്. അത് തെറ്റരുത്, അതിന് ശേഷം അത് വിചാരിക്കരുത്. അതുകൊണ്ട് വില്ലുവണ്ടി സമരം നടത്തിയ അയ്യങ്കാളി ഈ പറഞ്ഞ എല്ലാവരെക്കാളും മുന്നിൽ നടന്നുപോയ വിപ്ലവകാരിയായിരുന്നു എന്ന് പറയാൻ നമ്മൾ മടിക്കരുത്. പക്ഷേ 1923 സത്യാഗ്രഹത്തെ ഇവിടെ ശശി തരൂർ എത്തിക്കഴിഞ്ഞു. അലോഷ്യസ് വിജയശ്രീ ലാളിതനായിട്ടാണ് വരുന്നത്. നേരെ പാർലമെൻറ്റിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് എത്തി. 5 മിനിറ്റ് ഞാൻ നിർത്താം. ഇവിടെ ഇരിക്കും. KSU പ്രസിഡന്റിന് ഒരു കയ്യടി കൊടുക്കുക. വേറെ എത്ര സ്ഥലത്താണ് ജയിച്ചിട്ടുള്ളത്. ബാബു, നമ്മൾ വെച്ച റെക്കോർഡാണ് പൊട്ടിച്ചത്. ഇവിടെ KSU പ്രസിഡന്റിന് ഇച്ചിരി നാണം കൂടുതലാണ്.
അപ്പം അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ സണ്ണിയൊക്കെ ഉണ്ടെങ്കിൽ അത് പറയുമായിരുന്നേനെ. എനിക്കത് പറയാൻ ഞാൻ വേണ്ടത്ര, ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ആ കാര്യത്തിൽ ഞാൻ ചരിത്രം ഇങ്ങനെ വായിച്ചിട്ടുണ്ടെന്നല്ലാതെ ഒരു ഹിസ്റ്ററി റിസർച്ച് ചെയ്തിട്ടുള്ള ആളല്ല. എന്തായാലും വൈക്കം സത്യാഗ്രഹം 1923 നടക്കുന്നതിന് മുമ്പ് തന്നെ വില്ലുവണ്ടി സമരം നടത്തിയെന്ന് മാത്രമല്ല 19-ാം നൂറ്റാണ്ടിൽ തന്നെ പണിമുടക്ക് നടത്തി. അത് നടന്നതും തിരുവനന്തപുരത്ത് തന്നെയാണ്, അല്ലാതെ ബോംബെയിലൊന്നുമല്ല. പണിമുടക്ക് എന്ന ആയുധം കേരളത്തിലാണ് ആദ്യം പ്രയോഗിക്കപ്പെട്ടത്. സ്ട്രൈക്ക്. എന്താ സ്ട്രൈക്ക്? ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കില്ലെങ്കിൽ, സ്കൂളിൽ കയറ്റി പഠിപ്പിക്കില്ലെങ്കിൽ നിങ്ങളുടെ നിലം ഞങ്ങൾ കൊയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ട്രൈക്ക് കോൾ ചെയ്തത് അയ്യങ്കാളിയായിരുന്നു. അപ്പം അയ്യങ്കാളി മുന്നിൽ നടന്നു പോയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ്റെ പോലെ അദ്ദേഹം എല്ലാ വേദപുരാണങ്ങളും പഠിച്ച് അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമല്ല. അപ്പോൾ ദളിത് മുന്നേറ്റം, ആ ദളിത് മുന്നേറ്റം തിരുവിതാംകൂറിൽ നിന്ന് വന്നപ്പോൾ മഹാത്മാഗാന്ധി അദ്ദേഹത്തെയും കാണാൻ മറന്നുപോയിട്ടില്ല. EMS കേരളം ഇന്നലെ കേരളം മലയാളികളുടെ മാതൃഭൂമി എഴുതിയപ്പോൾ അയ്യങ്കാളിയെ വിട്ടുപോയി. അപ്പോൾ EMSനോട് ചോദിച്ചു എന്താ വിട്ടുപോയെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ലായിരുന്നു. അത്ര അറിയാത്ത ഒരാളൊന്നുമല്ല EMS. എന്തായാലും വേണ്ടില്ല, കേരളം മലയാളികളുടെ മാതൃഭൂമിയിൽ അയ്യങ്കാളി ഇല്ല, ആദ്യത്തെ എഡീഷനിൽ അയ്യങ്കാളി ഇല്ല. അപ്പോൾ അയ്യങ്കാളി അത് സമരമെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വന്തമായതുകൊണ്ട് വേറെ ആർക്കും കൊടുക്കണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം. അതൊക്കെ വേറൊരു വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ നേരത്തെ ലിജുവിനോട് പറയായിരുന്നു, ഒരിക്കലും കോൺഗ്രസ് കേരളത്തിൽ അങ്ങനെ ഡിഫെൻസീവ് ആവേണ്ട കാര്യമൊന്നുമില്ല. കോൺഗ്രസ് എന്തിനാ ഡിഫെൻസീവ്? ആളുകൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അവിടെ നിങ്ങൾക്ക് എന്താ നഷ്ടം? കോൺഗ്രസിൻ്റെ കയ്യിൽ രക്തക്കട്ടകളുള്ളപ്പോൾ വെള്ളി നാണയങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട വല്ല കാര്യങ്ങളുണ്ടോ? അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളില്ലേ, അത് വേറെ അവർ പറയുന്നത് ശരിയല്ല എന്ന് പോലും പറയാൻ മാത്രം ഇല്ല, അതിൻ്റെ കാര്യമില്ല. കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ കോൺഗ്രസിൻ്റെ ഒരു ചുവന്ന രൂപം മാത്രമാണ്. 1939 പിണറായിയിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിൽ കോൺഗ്രസ് അല്ലാത്ത ആരും ഉണ്ടായിരുന്നില്ല. KPCC മെമ്പർമാർ മാത്രമേ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം, കൈയടിക്കണ്ട. അപ്പോൾ അതുകൊണ്ട് ഒരു രസകരമായ കഥ പറയാം. അന്ന് പിണറായി സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്ന P. നാരായണൻ നായരുടെ കൊച്ചുമോളാണ് ഇപ്പോൾ നമ്മുടെ ബാലഗോപാലിൻ്റെ ഭാര്യ എന്നാണ് നിങ്ങൾ പറയുന്നത്, ഇവിടെ സമരത്തിന് പോയത്. നമ്മുടെ ധനമന്ത്രിയുടെ പ്രഭാകരൻ ചേട്ടൻ്റെ മകള്. എല്ലാവർക്കും അറിയാമല്ലോ പ്രഭാകരൻ, ഇവിടെ തിരുവനന്തപുരത്തുകാർക്കെല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അയ്യങ്കാളിയെയും ദളിത് പ്രസ്ഥാനത്തെയും എവിടെയാണ് നവോത്ഥാനത്തിൽ പ്രതിഷ്ഠിക്കേണ്ടത് എന്ന വിഷയത്തിൽ കേരളത്തിൽ പോരായ്മകളുണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അന്നത്തെ പരിമിതികളുണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ സവർണജാഥ എന്ന് വിളിച്ചതിന് അതിൻ്റേതായ കാരണമുണ്ട്. പക്ഷേ മന്നത്ത് പത്മനാഭൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യവും ചെയ്ത് TK മാധവൻ തന്നെയായിരുന്നു. പക്ഷേ എവിടെയായിരുന്നു ദളിതുകൾ എന്ന ചോദ്യമുണ്ട്. അപ്പോൾ ദളിത് പ്രസ്ഥാനങ്ങളെ തൊടാൻ നമുക്ക് പലതരത്തിലുള്ള കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസിൻ്റെയൊക്കെ എടുത്ത് നോക്കി അവസാനം സ്മോൾ പ്രിൻ്റ് കാണാം, കണ്ടീഷൻസ് അപ്ലൈ. അതുകൊണ്ട് ദളിത് സംഘടനകളെയും അവരുടെ നേതൃത്വത്തെയും അവരുടെ പോരാട്ടത്തെയും അവരുടെ മുന്നേറ്റത്തെയും വളരെ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ വല്ല അപകടം വരുമോ എന്നുള്ള പേടിയാണ് എല്ലാവർക്കും. ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്, എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ പേടിച്ച് നിന്നാൽ നമ്മൾ എവിടെയും എത്താൻ പോകുന്നില്ല. അതാണ് മന്നത്ത് പത്മനാഭൻ പറഞ്ഞത്, ഇന്ന് രാത്രി തന്നെ പൊക്കോ. ഏത് വർക്കലയിൽ നിന്ന് ആർക്കെങ്കിലും അങ്ങനെ മുറുമുറുപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ പിരിയാം, നാളെ കാലത്ത് എൻ്റെ കൂടെ വരണ്ട. അതാണ് എനിക്ക് ഇന്ന് വൈക്കം സത്യാഗ്രഹത്തിലും പറയാനുള്ളത്. ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർക്ക് ഇന്നേ പിരിയാം, നാളത്തേക്ക് നിൽക്കണ്ട. ഒരു പ്രത്യേക അതുകൊണ്ടാണ് ഇന്നലെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ രാഹുൽ ഗാന്ധി എന്താണ് പറയുകയെന്ന് ആലോചിച്ചു. എനിക്ക് വളരെ നമുക്കെല്ലാം വിഷമമുള്ള ഞങ്ങളിപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലല്ലെങ്കിലും വളരെയധികം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. ഇപ്പോൾ എല്ലാവരും അങ്ങനെ ആയി, അത് മറ്റൊരു വിഷയം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരു സീറ്റ് എവിടെ നിന്നെങ്കിലും കിട്ടണമെങ്കിൽ കോൺഗ്രസ് ഇല്ലാതെ എവിടെ നിന്ന് കിട്ടാനായിട്ടാണ്, അത് മറ്റൊരു വിഷയം. എങ്കിൽ പോലും ഞാൻ രാഹുലിനെ ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഐഡിയോളജിക്കൽ സമരം തുടരും, അല്ലേ? അതല്ലേ പറഞ്ഞത്? ഞങ്ങൾ ഐഡിയോളജിക്കലായ സമരം തുടരും. അതുകൊണ്ട് കോൺഗ്രസ്സിനെ ഇന്നോ നാളെയോ ഇലക്ഷനിൽ ജയിക്കലല്ല,
ഇന്നോ നാളെയോ നെക്സ്റ്റ് ജനറൽ ഇലക്ഷൻ അല്ല, നെക്സ്റ്റ് ജനറേഷൻ ആണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കേണ്ടത്. ആ നെക്സ്റ്റ് ജനറേഷൻ ലക്ഷ്യം വയ്ക്കുമ്പോൾ വൈക്കം സത്യാഗ്രഹം പഠിക്കേണ്ടത് ഇന്ന് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്, നാളെ എന്ത് ചെയ്യണമെന്ന്. ഇന്നലെ ചെയ്ത കാര്യമൊക്കെ നമുക്ക് ഇങ്ങനെ പുസ്തകം വായിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാം. അതുകൊണ്ട് നാളെ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അത്രക്ക് ഇന്ന് പ്രസംഗിക്കാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ പിന്നെ ഈ ഫേസ്ബുക്കും യൂട്യൂബൊക്കെ വന്നുകൊണ്ട് പ്രസംഗത്തിന് വല്ല വേദി വേണോ, സ്റ്റേജ് വേണോ, പെർമിഷൻ വേണോ, ഒന്നും ഇഷ്ടം പോലെ, വെള്ളൂർ ഞാൻ കണ്ടില്ല, ഇഷ്ടം പോലെ പ്രസംഗിക്കാം. അതുകൊണ്ട് പ്രസംഗം നല്ലതാണ്. പ്രവൃത്തിയില്ലാത്ത പ്രസംഗം എന്ന് പറയുന്നത് ജീവനില്ലാത്ത ദേഹം പോലെയാണ്. അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടത് നാളെയാണല്ലോ, ഇന്നലെ പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ, നാളെയല്ലേ പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പോൾ കേരള നവോത്ഥാനം എങ്ങോട്ടാണ് പോകേണ്ടത്? കേരള നവോത്ഥാനം ഇന്നലെ മഹാത്ഭുതമാണെന്ന് പറയാൻ ആളിഷ്ടം പോലെയുണ്ട്. പക്ഷെ നാളെ എന്താണ് നവോത്ഥാനം? ആ കാര്യത്തിൽ ഞാൻ രാഹുൽ ഗാന്ധി പറഞ്ഞിടത്താണ്, അല്ലെങ്കിൽ ശിവഗിരിയിൽ വെച്ച് മന്നം പറഞ്ഞിടത്താണ്, ഇന്ന് പോകേണ്ടവർക്ക് ഇന്ന് രാത്രി തന്നെ പോവാം, നാളെ നിൽക്കണ്ട. ആ ഉറച്ച തീരുമാനം എടുത്തിട്ടല്ലാതെ നമുക്ക് വിജയിക്കാൻ കഴിയില്ല അടിസ്ഥാനപരമായിട്ട്. അങ്ങനെ വരുമ്പോൾ ഇന്നിപ്പോൾ സണ്ണിയൊന്നുമില്ല, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ഇന്നലെ കുഞ്ഞാമൻ അന്തരിച്ചു. നിങ്ങൾ പലരും കുഞ്ഞാമൻ്റെ വീട്ടിൽ പോയി കാണും, ഞാനും പോയി. ഒരു 40 വർഷമായി കുഞ്ഞാമൻ്റെ സുഹൃത്താണ് ഞാൻ. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ എതിരെ എന്ന ആത്മകഥ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം. പട്ടികളുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചത്. ഉപ്പുമാവ് കഴിക്കാനാണ് അദ്ദേഹം സ്കൂളിൽ പോയത്. അതുകൊണ്ട് ആ ജനവിഭാഗത്തെ ഉദ്ധരിക്കുക, അതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അതായിരുന്നു കോൺഗ്രസിൻ്റെ ലക്ഷ്യം, അതാവണം കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അതാവുക എന്നതിലൂടെ മാത്രമേ ഇന്ത്യ ഭരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും കോൺഗ്രസിലേക്ക് വരും. എല്ലാ വിഭാഗങ്ങളും വരും, ഒരു വിഭാഗം മാത്രമല്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ ജാതി സെൻസസിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു. വൈകിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. CMPയെ സംബന്ധിച്ചിടത്തോളം 1919 ജനുവരി മാസത്തിൽ നടന്ന ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് എഴുതി, കോൺഗ്രസ് പാർട്ടി 103-ാം ഭരണഘടനാ ഭേദഗതിയെ പിന്താങ്ങിയത് തെറ്റായിരുന്നു എന്നെഴുതിയ ഒരു പാർട്ടിയാണ് CMP. ചർച്ച ചെയ്യണം. 24 പോട്ടെ, 29 വരും. എന്തിനാ വരുന്നത്? നമുക്കെല്ലാം സന്തോഷമായിട്ട് ജീവിക്കാനോ? എനിക്കെല്ലാം ഈ സ്റ്റേറ്റ് കാറൊക്കെ പോകുമ്പോൾ എന്തൊരു ദേഷ്യമാണെന്നറിയോ? അല്ലേ, നമ്മളൊക്കെ കയറി പോകേണ്ടതല്ലേ എന്നുള്ളത്. നമ്മളെ കുന്നംകുളംകാരെല്ലാം അവിടെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ എന്തിനു വരണം എന്ന് നമ്മൾ തീരുമാനിച്ചാലേ നമ്മൾ വരൂ. അതാണ് ഇന്നത്തെ രാഷ്ട്രീയം. അതുകൊണ്ട് 103-ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് KPCC, AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറോടെ ഉണ്ട്, ശശി തരൂരുണ്ട്. പുനർചിന്തനം ചെയ്യണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ 103-ാം ഭരണഘടനാ ഭേദഗതിയെ പിന്താങ്ങി. വഞ്ചനാപരമായ സമീപനമായിരുന്നു. അപ്പോൾ പറയാണ് 95-ലെ EMS പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ EMS അത്രയും ബുദ്ധിമാനായിരുന്നു. പക്ഷേ EMSനോട് വീണ്ടും തിരുവനന്തപുരത്തുകാരൻ പറഞ്ഞു, K. സുകുമാരൻ BA പറഞ്ഞു, നമ്പൂരിപ്പാടെ പരിപാടി നടക്കില്ല എന്ന്. എവിടെ വെച്ചാൽ പറഞ്ഞ്? കൊളത്തൂര്. അതാണ് K. സുകുമാരൻ BAയുടെ കൊളത്തൂർ പ്രസംഗം. 57-ലെ ഗവൺമെൻറ്റിൽ കൊളത്തൂർ വെച്ച് അദ്ദേഹം പറഞ്ഞു, ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് സംവരണത്തെ അട്ടിമറിക്കാൻ വന്നാൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതും തിരുവനന്തപുരത്ത് നിന്നിറങ്ങുന്ന കേരള കൗമുദി പത്രമായിരുന്നു എന്ന കാര്യം നിങ്ങൾ മറന്നുപോകരുത്. അപ്പോൾ അതിനോടൊപ്പമുള്ള ആളുകൾ, അല്ലെങ്കിൽ അതിനോട് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളെ എല്ലാം ഓടിച്ചു വിടണമെന്നല്ല. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടണം. ആ പ്രശ്നങ്ങളിൽ ഏറ്റവും മുന്നോക്ക ജാതിയിൽ പെട്ടുപോയി ജനിച്ചു പോയി അവർക്ക് അവരെല്ലാം അടിച്ചു കൊല്ലണമെന്നല്ല. അവർക്ക് അർഹമായ കാര്യങ്ങൾ നൽകണം. ആ കാര്യത്തിൽ ആർക്കും സംശയമില്ല. അവരുടെ സ്കോളർഷിപ്പുകൾ, അവരുടെ മറ്റ് പിന്നെ എന്താ പറയുക, പുരോഗമനപരമായിട്ട് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഞാനൊരു അനുഭവ കഥ പറഞ്ഞിട്ടേ നിർത്താം. സുകുമാരൻ നായർ, അദ്ദേഹം മണിച്ചേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ വല്ലപ്പോഴും വർഷത്തിലൊരിക്കലെങ്കിലും കാണാൻ പോകാറുണ്ട്. കാണാൻ പോയപ്പോൾ പറഞ്ഞു, ഞാൻ പ്ലാനിങ് ബോർഡ് പറഞ്ഞു, ജോണേ നീ ഒരു കാര്യം ചെയ്യണം, നിൻ്റെ ഓഫീസിൽ മൂപ്പർക്ക് എല്ലാ വിവരവും കിട്ടുമല്ലോ,
അവിടെ അഗ്രഹാരങ്ങൾ പൊളിച്ചു പണിയുന്നതിന് നീ പൈസ കൊടുക്കില്ല എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഫയൽ പാസ്സാക്കണം. ഞാൻ പറഞ്ഞു, വേണോ ചേട്ടാ, പാസ്സാക്കണം. വളരെ പാവപ്പെട്ട ആൾക്കാരാണ്, തിരുവനന്തപുരത്ത് ധാരാളം പേരുണ്ട്. അവർക്ക് വീട് പൊളിക്കാൻ പറ്റില്ല. പൊളിച്ചാൽ 2 വീട് പൊളിയും. ഒരു വീട് പൊളിച്ചാൽ 2 വീട് പൊളിയും, അല്ലേ? അങ്ങനെയല്ലേ? ഒരു മതിലിൽ തന്നെ 2 വീടാണല്ലോ. അതൊന്ന് റിപ്പയർ ചെയ്യാൻ പൈസ കൊടുക്കണമല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ കൊടുക്കണ്ടെന്നാണ് എഴുതിയത്, എന്നാൽ അത് കൊടുക്കണം. അങ്ങനെ കിടക്കുകയാണ്. 3 വീട് പൊളിയും. ഒരു വീട് പൊളിച്ചാൽ 3 വീട് പൊളിയും. കറക്റ്റ്. ഞാൻ അപ്പം തന്നെ വന്നു അത് ക്ലിയർ ചെയ്തു. പിന്നെ ഉമ്മൻചാണ്ടി നമുക്ക് അതിനൊക്കെയുള്ള പെർമിഷൻ തന്നിട്ടുള്ളതുകൊണ്ട് അതിനൊന്നും ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ അത് ക്ലിയർ ചെയ്യും എന്ന് പറഞ്ഞതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ നവോത്ഥാനം എങ്ങോട്ട് പോകണം. ഞാൻ നിർത്തുകയാണ്. അപ്പോഴാണ് ഇപ്പം മിശ്ര വിവാഹം ഒരു വലിയ പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത്. മിശ്ര വിവാഹത്തിന് വേണ്ടി കോൺഗ്രസ് നിൽക്കണം. ഇവിടെ നവോത്ഥാനത്തെക്കുറിച്ച് സെമിനാർ നടത്തിയിട്ടൊന്നും കാര്യമില്ല. നിന്നിട്ടില്ലേ? കോൺഗ്രസ് ഗവൺമെൻറ്റല്ലേ പൈസ കൊടുത്തത്? അന്നത്തെ 5000 രൂപ 70കളിൽ 5000 രൂപ കൊടുത്തത്. ഇപ്പം എന്താ നമ്മളാരും മുദ്രാവാക്യം വയ്ക്കാത്തത്? മിശ്രയോഗം ചെയ്ത് 5 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പേടിയാണ്. ഞാൻ നിർഭയമായിട്ട് പറയുന്നു, ഏത് മതത്തിൽ നിന്ന് ഏത് മതത്തിനും കല്യാണം കഴിച്ചാലും അങ്ങനെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു 5 കൊല്ലക്കാലം ജീവിക്കാനുള്ള വാടകയും ഒരു അലവൻസും കൊടുക്കണം. അതാണ് ഭാവിയിലെ നവോത്ഥാനം. അവിടെ പണ്ട് എൻ്റെ അച്ഛൻ വലിയ ആളാതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോഴാണ് ചില ആൾക്കാർ ജിഹാദ് എന്ന് കൊണ്ടുവരുന്നത്. അവരെ തള്ളിക്കളയണം. അവരോട് പറഞ്ഞ്, ഞങ്ങളുടെ നയം ഇതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിൽക്കാം, വീണ്ടും ഞാൻ ശിവഗിരിക്ക് പോവാണ്, ഇന്ന് രാത്രി പിരിയേണ്ടവർക്ക് പിരിയാം, നാളെ കാലത്ത് വേണ്ട. അപ്പം അതുകൊണ്ട് നവോത്ഥാനത്തിൻ്റെ അജണ്ട നിർമ്മിക്കാനല്ലാതെ ചരിത്ര സെമിനാറുകൾ നടത്തിയാൽ വെറുതെ വേസ്റ്റ് ഓഫ് എക്സ്പെൻഡിച്ചറാണ് എന്നാണ് എൻ്റെ അഭിപ്രായം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.